നമസ്കാരം. ചോദ്യമുത്തരം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എറണാകുളം മഹാരാജാസ് കോളേജിലെ അഭിമന്യു എന്ന വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിന് ശേഷം കേരളം ക്യാമ്പസ് രാഷ്ട്രീയം ഭീകരവാദത്തിലേക്ക് നീങ്ങുന്നതിനെക്കുറിച്ച് സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ ഭീകരവാദം കേരളത്തിൽ ശക്തിപ്പെടുന്നു എന്ന ചർച്ചയും സജീവമാണ്. ഈ സാഹചര്യത്തിൽ ചോദ്യമുത്തരം പരിപാടിയിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ KPA മജീദ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു. സ്വാഗതം ശ്രീ KPA മജീദ്. ഈ രണ്ട് പ്രശ്നങ്ങളാണ് ഈ അഭിമന്യുവിൻ്റെ കൊലപാതകത്തിന് ശേഷം കേരളം ഇപ്പോൾ നിയമപരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, സിമിയുടെ നിരോധനം നീട്ടണോ എന്ന കാര്യം. രണ്ട്, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണോ എന്ന പ്രശ്നം. ഈ രണ്ട് കാര്യങ്ങളിലും മുസ്ലിം ലീഗിൻ്റെ നിലപാടെന്താണ്? അതിൽ അഭിമന്യുവിൻ്റെ കൊലപാതകം ഉണ്ടെങ്കിൽ വളരെ നിർഭാഗ്യകരമായ സംഭവമാണ്. ഒരിക്കലും ചെയ്തുകൂടാത്ത കാര്യമാണ്. അതുമാത്രമല്ല, ഒരു പ്രകോപനമില്ലാതെ വരുന്ന ഒരു അക്രമമാണ് എന്ന് പറഞ്ഞാൽ അത് കരുതിക്കൂട്ടി ആസൂത്രമായി ചെയ്യുകയാണ്. ആ ക്യാമ്പസിലെ ആ അക്രമത്തോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. പിന്നെ സംഘടനകളെ നിരോധിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു സംഘടനയെ നിരോധിച്ചുകൊണ്ട് അത് ഒരു കാര്യമാവില്ല. അവർക്കെതിരെ ഫലപ്രദമായ നടപടിയുണ്ടാകണം. പൊതുവെ ഇന്നത്തെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇത്രയും ആളുകൾ ഒറ്റപ്പെടുത്തലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇത്തരം ആളുകൾക്കൊക്കെ സമൂഹത്തിൽ മാന്യത കിട്ടുന്നതും അംഗീകാരം കിട്ടുന്നതും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അവരോട് കാണിക്കുന്ന മൃദു-സമീപനമാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാട് STP ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു നിരോധനമാണ്. STP ആഗ്രഹിക്കുന്നത് UAP ഇടലാണ്. അത് രണ്ടിട്ട് കഴിഞ്ഞാൽ ഇന്ന് അവർക്കുണ്ടാകുന്ന എതിർപ്പ്, സമൂഹത്തിൻ്റെ എതിർപ്പ് അവർക്ക് അനുകൂലമായി മാറും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും അവർക്ക് ഗുണകരമായിട്ടാണ് വരിക. അവരുടെ സമൂഹത്തിൽ നിന്ന് അവരുടെ നിലപാടുകളെയും നയസമീപനങ്ങളെയും ജനങ്ങളെ ബോധ്യപ്പെടുത്തി അവരെ ഒറ്റപ്പെടുത്തുക എന്നതാണ് ജനാധിപത്യ രാഷ്ട്രീയത്തെ ചെയ്യാവുന്ന ഏറ്റവും നല്ല മാർഗം. ഈ നിലവിൽ സിമിക്ക് ഇപ്പോൾ നിരോധനമുണ്ട്. ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് 2019 ജനുവരിയിൽ ആ നിരോധനത്തിൻ്റെ കാലാവധി അവസാനിക്കും. വീണ്ടും ആ നിരോധനം നീട്ടണോ എന്നത് സംബന്ധിച്ച് അവരെല്ലാ സംസ്ഥാനങ്ങളുമായും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ പ്രശ്നം, കഴിഞ്ഞ മാസമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സിമിയെ നിരോധിക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന് കത്തയച്ചത്. അതിനോട് സംസ്ഥാന സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഈ ഒരു തണുപ്പൻ സമീപനത്തെ എങ്ങനെയാണ്? അതായത് സിമി എന്ന് പറയുന്ന സംഘടന വാസ്തവത്തിൽ ഇപ്പം ഇല്ല, കേരളത്തിൽ ഒട്ടും തന്നെ ഇല്ല, പ്രത്യക്ഷത്തിലില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിലും അവരുടെ സംഘടനാ സംവിധാനം ഇന്നുണ്ട് എന്ന് നമ്മൾ കാണുന്നില്ല. അത് പല രൂപത്തിൽ ഉണ്ടായിരിക്കാം പക്ഷേ സത്യത്തിൽ സിമി എന്ന് പറയുന്ന സംഘടന ഇപ്പം നിലവിലുള്ളതുപോലെ നമ്മൾ കാണുന്നില്ല. പക്ഷേ സ്വകാര്യമായിട്ട് ഉണ്ടായിരിക്കാം. എങ്കിലും അവരെ സംബന്ധിച്ച് വളരെ ഗൗരവകരമായ പ്രശ്നങ്ങളാണ്. അതിന് കേരള ഗവൺമെൻറ് ഒരു നിലപാട് സ്വീകരിക്കേണ്ടതാണ്. അല്ല, ഇപ്പോൾ സിമി ഇല്ല എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ പിന്നീട് NDF ഉണ്ടാകുന്നു, പിന്നീട് പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാകുന്നു, അതിൻ്റെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള SDP ഉണ്ടാകുന്നു. അപ്പോൾ പല രൂപത്തിൽ പല വേഷത്തിൽ അവർ ഈ സമൂഹത്തിൽ വളരെ സജീവമാണ്. അവർ പല സംഘടനകളിൽ അകത്ത് കയറിയിരിക്കുകയാണ്, മനസ്സിലായില്ലേ? പല സംഘടനകത്ത് കയറിയുണ്ട്. CPM-ലുണ്ട്, എല്ലാറ്റും പാർട്ടികളുണ്ട്. പക്ഷേ സിമി എന്ന് പറയുന്ന സംവിധാനം ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കത് കാണുന്നില്ല, അവരുടെ പ്രവർത്തനം കാണുന്നില്ല. കാരണം അതിലേറെ വലിയ തീവ്രവാദികൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ സിമി എന്ന് പറയുന്നത് ഒരു സംഗതി. പക്ഷേ സിമിക്കെതിരെ നിരോധനം തുടരേണ്ടതാണ്. അതിൽ കേരള ഗവൺമെൻറ് എന്തിനാണ് ഒത്തു കളിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഏളമരം കളിയുമൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ കില്ലർ സ്ക്വാഡിനെ ഉണ്ടാക്കിക്കൊണ്ട് ഇവർ അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം മഞ്ചേരിയിലൊക്കെ ഗ്രീൻ വാലി പോലുള്ള ആസൂത്രണ കേന്ദ്രങ്ങൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെതായിട്ടുണ്ട് എന്നാണ്. താങ്കൾ ഈ പ്രദേശത്ത് നിന്ന് വരുന്ന ആളാണ്. താങ്കൾക്ക് ഈ ഗ്രീൻ വാലിയുടെ ഓപ്പറേഷൻ സംബന്ധിച്ച് എന്ത് ധാരണയാണുള്ളത്? ഗ്രീൻ വാലി ഇപ്പോൾ ഗവൺമെൻറ് പല സമയത്തിൽ റെയ്ഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് പ്രത്യേകമായിട്ട് ഒന്നും ലഭ്യമായിട്ടില്ല. ഗ്രീൻ വാലിയിൽ നിന്ന് അവിടെ അവർ തൊഴിൽ പരിശീലനം മറ്റു കാര്യങ്ങളും പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാണ്. അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് വേറെ അണ്ടർഗ്രൗണ്ടിലുള്ള പ്രവർത്തനങ്ങളാണ്. അത് CPM-ൻ്റെ ഒരു കില്ലർ റിങ്ങുണ്ടല്ലോ, അതുപോലെ ഇവരുമായി വന്നതാണ്. CPM-ന് വാസ്തവത്തിൽ ഇവരുടെ അക്രമത്തെപ്പറ്റി പറയാൻ എന്ത് അവകാശമുള്ളത്? രണ്ടും തുല്യല്ലേ? രണ്ടുകൂട്ടരും ക്യാമ്പസിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. SFI ആണെങ്കിൽ അവർക്ക് ഇതുള്ള സ്ഥലങ്ങളിൽ മറ്റു ഒരു പാർട്ടികളെയും അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. ഓരോ ക്യാമ്പസും ഓരോരുത്തരുടെ കയ്യിലാണ്. അപ്പോൾ ഇവരുടെ അക്രമത്തെ ആ രീതിയിൽ കാണണം, CPM-ൻ്റെ അക്രമത്തെ ആ രീതിയിലും കാണണം. അല്ല, പക്ഷേ ഇളമരം കരിമൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം വെച്ചാൽ 31 പേരുടെ പട്ടികയാണ് അദ്ദേഹം പറയുന്നത്. അത് CPM-ഉം പറയുന്നുണ്ട്. ഈ ന്യൂനപക്ഷ ഭീകരവാദത്തിൻ്റെ ഇരകളാക്കപ്പെട്ട 31 രക്തസാക്ഷികളുടെ പേരുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തങ്ങളാണ് ഈ ഭീകരാക്രമണത്തിൻ്റെ ഇരകളാകുന്നത് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് CPM. താങ്കൾ പറയുന്നത് CPM-ഉം SDP-യും തമ്മിൽ ഒത്തുകളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊലപാതകങ്ങളുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ ആരാണ് മുകളിൽ നിൽക്കുക? ഏറ്റവും അധികം കൊലപാതകം നടത്തിയതിന് മുന്നിൽ നിൽക്കേണ്ടത് CPM, RSS, പിന്നെ SDP ആയിരിക്കും. ഞാൻ പറയുന്നത് ഇതിലൊന്നും ഈ പറയുന്ന ആളുകൾ ഉള്ളൊരു ആത്മാർത്ഥമാണ്. കരീമ പറയുന്ന ലേഖനത്തെ സംഗതി എന്താണ്? മുസ്ലിങ്ങൾ സൂക്ഷിക്കണം ഇവരെന്നാണ്. ഏതെങ്കിലും മുസ്ലിം സംഘടന, ഏതെങ്കിലും മുസ്ലിങ്ങളെ മതസംഘടനകൾ ഇവർക്ക് അനുകൂലമേ ഇല്ലല്ലോ. ആരും ഇതിനെ പിന്തുണത്തില്ല.
നിങ്ങൾ മുസ്ലിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. അല്ലാതെ ഞങ്ങൾ ശ്രദ്ധിക്കണം, ജനാധിപത്യത്തെ അപകടമാണ്, ഇവിടുത്തെ മുഖ്യ രാഷ്ട്രീയർക്ക് അപകടമാണ് എന്ന് കാര്യം പറയുന്നില്ല. അതൊരു അജണ്ടയാണ്. ആ അജണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈസൽ കൊലപാതക കേസ് യോജിപ്പിക്കാൻ വേണ്ടി, കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി നിരന്തരമായി ഇവർ SDP ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെയൊക്കെ ഒരു അനുനയനമാണ് ഇപ്പോൾ നടക്കുന്നത്. താങ്കൾ തന്നെ വളരെ ശക്തമായൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ന്യൂനപക്ഷ ഭീകരവാദത്തിന് കുടപിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് CPM എന്നാണ്. എന്തടിസ്ഥാനത്തിലാണ് താങ്കൾ ആരോപണം? അതായത് കേരളത്തിൽ ഇന്ന് വരെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പരിശോധിച്ചാൽ, ഒന്ന് നമ്മൾ UAP എടുക്കുക. കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റ് നിയമത്തെ ഞങ്ങളുടെ കൂടെ നിർത്തതാണ് CPM. UAP ആരുടെ പേരിലാണ് ഈ ഗവൺമെൻറ് ചെയ്തത്? UAP ചുമത്തിയിട്ട് മുസ്ലിങ്ങളുടെ പേരിൽ, അതുപോലെ മാവോയിസ്റ്റുകളുടെ പേരിൽ, അല്ലാതെ ഒരു പാർട്ടിക്കാരുടെ പേര് വരെ ചെയ്തിട്ടില്ല. കേരളത്തിലിപ്പോൾ മതവിദ്വേഷ പ്രസംഗം നടത്തി ധാരാളം പരാതി വന്നു. മുസ്ലിങ്ങൾക്ക് മാത്രം ഇതിൽ മാത്രമാണ് 153A എടുത്തത്. മറ്റൊക്കെ 153 നേരെ സ്റ്റേഷനിൽ വരിക, ജാമ്യമെടുത്തു. എത്രയോ അനുഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ദേശീയ പതാക ഉയർത്തിയ RS ഇവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് എടുത്തിട്ടില്ലല്ലോ. ഇവിടെ പലരും വരും, RSൻ്റെ പല ആൾക്കാരും പുറത്തുനിന്ന് വരുന്നു, വളരെ വിദ്വേഷ പ്രചാരണം നടത്തുന്നു, പ്രസംഗിക്കുന്നു, യാതൊരു കുഴപ്പമില്ലാതെ പോകുന്നു. നമ്മുടെ ഈ ഗവൺമെൻറ് പ്രത്യേകിച്ച് RSSുമായി ഏറെക്കുറെ ഒരു ഒളിച്ചുകളി നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അവാസ്തവമാവില്ല. അല്ല, താങ്കൾ ഇപ്പോൾ പറയുന്നത് ഗവൺമെൻറ് RSSുമായി ഒളിച്ചുകളി നടത്തുന്നു, ഗവൺമെൻറ് SDP ഒളിച്ചുകളി നടത്തുന്നു. ഇതാണ് ലീഗിൻ്റെ യെസ്. ഇവർ എല്ലാ തീവ്രവാദ സംഘടനയുമായി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പ്രശ്നം, CPMൻ്റെ പ്രശ്നം വെച്ചാൽ മുസ്ലിം ലീഗിനെ ഒറ്റപ്പെടുത്തണം. അല്ല, അതൊരു ഇലക്ട്രൽ പൊളിറ്റിക്സ് ആണ്. ഇവർ ചെയ്യുന്നതാണ്. മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്താൻ കിട്ടാവുന്ന എല്ലാവരും കൂട്ടുക. നിങ്ങൾ മലപ്പുറത്തെ തദ്ദേശ മനസ്സാവ് നോക്കൂ. ഇവർ വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുള്ള സ്ഥലമുണ്ട്, പരസ്യമായി സഖ്യം ഭരിക്കുന്ന സ്ഥലമുണ്ട്. SDP പരസ്യമായി ബന്ധം പുലർത്തി ഭരിക്കുന്ന സ്ഥലങ്ങൾ ഈ ജില്ലയിലുണ്ട്. എന്താ കാണിക്കുന്നത്? ഇവർ ഈ ലീഗിനെ പരാജയപ്പെടുത്താൻ ഏത് തീവ്രവാദികളുമായി ബന്ധപ്പെടാം, അവർ യോജിക്കാം. അതിന് സാമ്പാർ മുന്നണിന്നോ മറ്റു പാർട്ടികളോ എന്നൊക്കെ കൂടിയാൽ അവർക്ക് പ്രശ്നമില്ല എന്ന് നിലപാട് സ്വീകരിക്കുന്നു. ഞാൻ പറഞ്ഞത്, ഇവർ രാഷ്ട്രീയമായി ഇതുപോലുള്ള സംഘടനകൾക്ക് ആദർശപരമായി ഇവർക്ക് എതിർപ്പുണ്ടെങ്കിൽ അവരൊറ്റപ്പെടുത്തേണ്ടത്, പൊതുസമൂഹത്തെ ഒറ്റപ്പെടുത്തേണ്ടത് അവരെ എതിർത്തുകൊണ്ടാണ്, ജനാധിപത്യ രീതിയിലാണ്. അതുവരെ ചെയ്യുന്നില്ല എന്നതാണ് എൻ്റെ ആക്ഷേപം. അല്ല, പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ 27% വരുന്ന മുസ്ലിങ്ങളുടെ പൊതുധാരയിലേക്കൊന്നും ഈ SDP അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിക്കോ ഒന്നും കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ശ്രദ്ധേയമായ കാര്യമാണ്. പക്ഷേ അപ്പോഴും ലീഗിൻ്റെ കാൽച്ചുവട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനെ ലീഗ് എങ്ങനെയാണ് കാണുന്നത്? പ്രത്യേകിച്ച് യുവജന വിഭാഗങ്ങൾക്കിടയിൽ ഇത്തരം പാർട്ടികൾക്ക്, ഇത്തരം തീവ്രവാദ ആശയങ്ങൾക്ക് ശക്തി പ്രാപിക്കാൻ കഴിയുന്നുണ്ട്. ബാബറി മസ്ജിദ് തകർച്ചയോടനുബന്ധിച്ച് ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ, ചെറുപ്പക്കാർക്കിടയിൽ ഒരു മോഹഭംഗം വന്നു. അത് മുതലെടുക്കാൻ വേണ്ടിയാണ് മദനി വന്നത്. മദനിയുടെ പ്രസംഗം എന്ന് പറയുന്നത് വളരെയധികം തീവ്രവാദവും ആളുകൾക്കിടയിൽ മതവിദ്വേഷം ഉണ്ടാക്കുന്നതായിരുന്നു. ആ മദനിയുമായിട്ടും പിന്നീട് CPM കൂട്ടുകൂടി. ആ മദനിയെ ഞങ്ങൾ എതിർത്തു. ആ മദനി RSSന് പകരം ISS എന്ന സംഘടന ഉണ്ടാക്കി. ഞങ്ങൾ എതിർത്തു. കാരണം മുസ്ലിം ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു തീവ്രവാദ ലൈൻ ഉണ്ടാകുന്നതും ഭീകരവാദ സിദ്ധാന്തം വരുന്നതും അപകടകരമാണെന്നുകൊണ്ട് ഞങ്ങൾ ആദ്യം മുതൽ എതിർത്തു. CPM അവരുമായി ചങ്ങാത്തം ചെയ്യുകയായിരുന്നു. ഞങ്ങളെവിടെയും അത് ചെയ്തിട്ടില്ല. അതിനുശേഷം SDP വന്നു, ഞങ്ങൾ എതിർത്തു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയുടെ ഈ മെഴുകുതിരിൻ്റെ വെട്ടത്തിൽ കുട്ടികൾ ക്ലാസ് കൊടുക്കുകയായിരുന്നു. ഇസ്ലാമിലെ ചില യുദ്ധങ്ങൾ വക്രീകരിച്ചുകൊണ്ടുള്ള പ്രചരണം നടത്തിയത് ഞങ്ങൾ എതിർത്തു. ഞങ്ങൾ ഈ തീവ്രവാദത്തിൻ്റെതായി വ്യാപകമായ രീതിയിൽ പ്രചരണം നടത്തി. മുസ്ലിം യൂത്ത് ലീഗ് ചെറുപ്പക്കാരെ യോഗം പിടിച്ചുകൂട്ടി എല്ലായിടത്തും ഞങ്ങൾ തീവ്രവാദത്തിൽ പ്രചരണം നടത്തി. അതിനനുസരിച്ചാണ് ഞങ്ങൾ പിടിച്ചെന്നത്. ഇപ്പോഴും ഞങ്ങളുടെ കോട്ടയിലേക്ക് കയറാൻ കഴിയാത്തത് ഞങ്ങളുടെ ഈ നിലപാട് വെച്ചുകൊണ്ടാണ്. നഷ്ടമുണ്ടാവും ഞങ്ങൾക്ക്. അന്ന് നിലപാടിൽ നിങ്ങൾക്കറിയാം, കുറേ സീറ്റുകളൊക്കെ പോയി. BDP മറ്റവരൊക്കെ ഒന്നിച്ചു വന്നു. ബാബരി മസ്ജിദ് പ്രശ്നം കുറേ സീറ്റുകളൊക്കെ പോയി. പക്ഷേ എന്നാലും ശിഹാബ് തങ്ങൾ പറഞ്ഞ എല്ലാ സീറ്റ് പോയാലും യാതൊരു കോംപ്രമൈസും പാടില്ല. അതിൻ്റെ ഗുണം പിന്നെ ഉണ്ടായി. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഈ തീവ്രമായി വരുന്നത് അപകടകരമാണ് എന്ന് പൊതുസമൂഹത്തിൻ്റെ അകത്ത് ബോധ്യപ്പെടുത്താൻ ലീഗിന് സാധിച്ചു. അല്ല, പക്ഷേ പ്രശ്നം എന്താ പറയുക, ഇപ്പോൾ കട്ടുവ സംഭവത്തിന് ശേഷം ഒരു ആഹ്വാനവും ഇല്ലാതൊരു ഒരു ഹർത്താൽ നടക്കാം, ഒരു വാട്സപ്പ് സന്ദേശത്തിലൂടെ. വടക്കൻ മലബാറിൽ പ്രത്യേകിച്ച്, പിന്നെ കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറത്തൊക്കെ അക്രമങ്ങൾ ഉണ്ടാകുന്നു. തെക്കൻ കേരളത്തിലും ചില ഭാഗങ്ങളിലൊക്കെ ഹർത്താൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞു. ഒരു സന്ദേശത്തിലൂടെ ഒരാൾക്കൂട്ടത്തെ സംഘടിപ്പിക്കാൻ കഴിയുന്ന നിലവാരത്തിൽ ഈ മുസ്ലിം ന്യൂനപക്ഷ തീവ്രവാദം അല്ലെങ്കിൽ ഭീകരവാദം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രധാനമായും കടക്കൽ കത്തിവെക്കുക ലീഗിൻ്റെ കടക്കൽ തന്നെയാണ്. ഈ വാട്സപ്പ് കൂട്ടായ്മ ബന്ധിൻ്റെ പ്രശ്നത്തിലുണ്ടെങ്കിൽ അന്ന് രാത്രി അടക്കം വ്യാജ സന്ദേശം പോയെന്ന് UDF പിന്തുണയുണ്ട്, മറ്റു പാർട്ടികൾ പിന്തുണയുണ്ട് എന്ന സന്ദേശം പോവുകയാണ്. പിറ്റേ ദിവസം പത്രമില്ല, പറയാൻ യാതൊരു വഴിയില്ല. കാരണം ഇത് ശരിയല്ലെന്നും ഇതിൻ്റെ ഈ ബന്ധിലോ ഈ ഹർത്താലിൽ പാർട്ടികൾക്കൊന്നും ബന്ധമില്ല എന്ന് പറയാനും സാധിക്കുന്നില്ല. രാവിലെ പുലർച്ചെ ഒരു 6-7 മണിയാകുമ്പോഴാണ് സംഭവം നമ്മൾ അറിയുന്നത്. അപ്പോഴാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്.
അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കൊടുക്കുകയാണ്. അല്ല, പക്ഷേ അപ്പോഴും ആൾക്കൂട്ടത്തെ സംഘടിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അത് ആൾക്കൂടെ സംഭവിക്കട്ടെ, ആൾക്കാർക്ക് അക്രമങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഈ കഥുവ സംഭവം എന്നുണ്ടെങ്കിൽ ഒരു വൈകാരികമായ ഇഷ്യമാണ്. അപ്പോൾ അതിനെതിരെ പ്രതിഷേധം വരുമ്പോൾ ചെറുപ്പക്കാരിൽ കൂടിയതാണ്. എന്നല്ലാതെ ചെറുപ്പക്കാർക്ക് ഇതാരാണാകുക, ഇപ്പോൾ RSS ആണ് BJP ആവാൻ ചെയ്തതെങ്കിൽ ഇതെവിടെ അറിയുമായിരുന്നില്ല, ആരും സഹകരിമായിരുന്നില്ല. ഇതിൻ്റെ പിതൃത്വം തന്നെ ആർക്കും അറിയുന്നില്ല. അങ്ങനെ വന്നുപെട്ട ഒരു സംഗതിയാണ്. അത് വാസ്തവത്തിൽ പാഠമാണ് കേരളത്തിൽ. ഭാവിയിൽ അങ്ങനെ നടക്കില്ല എന്നുള്ളതിനൊരു പാഠമായിട്ട് അത് മാറും. മലപ്പുറത്ത് ലീഗ് ശക്തമാണ്. പക്ഷേ മലപ്പുറത്തിന് പുറത്തെന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വിഭാഗങ്ങളിൽ നല്ലൊരു ശതമാനം CPM-നും ഇടതുപക്ഷത്തിനും അനുകൂലമായി വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് സ്ഥിതി. അതുകൊണ്ടാണ് ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ CPM ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്, ഇടതുപക്ഷം അധികാരത്തിലിരിക്കുന്നത്. മലപ്പുറത്തിന് പുറത്ത് ലീഗിൻ്റെ ശക്തി കുറയാണ്. മലപ്പുറത്ത് മുസ്ലിങ്ങൾ ലീഗിനെ വിജയിപ്പിക്കുന്നുണ്ട്, പക്ഷേ മലപ്പുറത്തിന് പുറത്ത് അവരൊരു ബദലായി കാണുന്നത് ഇടതുപക്ഷത്തെയാണ്. അതിന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ CPM പ്രചരണപരമായിട്ട് വളരെ മുൻകൈയുള്ള ഒരു പാർട്ടിയാണ്. ചെങ്ങന്നൂർ എന്താ സംഭവിച്ചത്? അവിടുത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി RSSകാരനാണെന്ന് പ്രചരിപ്പിച്ചു. അത് ആളുകളിൽ യേശുന്ന സംഗതി ഉണ്ടോ? ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ അവർ എടുക്കാൻ പോകുന്നത് എന്താണ്? പ്രണബ് മുഖർജി RSS കേന്ദ്രത്തിൽ പോയി എന്നതായിരിക്കും ഞാൻ അവർക്ക് എടുക്കുക. അങ്ങനെ വൈകാരികമായ ഇഷ്യൂസാണ് അവർ എടുക്കുന്നത്. അതിൽ ഈ ചെറുപ്പക്കാരെ കൂട്ടാൻ അവർക്ക് കഴിയാണ്. അത് തുറന്നു കാണിക്കാൻ പാർട്ടികൾ തയ്യാറായാൽ അവർക്ക് മുന്നോട്ട് വരാൻ കഴിയില്ല. അല്ല, പക്ഷേ ഇവിടെ രണ്ട് പ്രശ്നങ്ങൾ ലീഗ് അഭിമുഖീകരിക്കുന്നുണ്ട്. ഒന്ന്, യഥാർത്ഥത്തിൽ BJP മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വവാദത്തിനെതിരായിട്ടുള്ള ശക്തമായ ബദലുണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി ഇടതുപക്ഷത്തെ മുസ്ലിങ്ങളിൽ നല്ലൊരു വിഭാഗം കാണുന്നു. മറ്റ് മുസ്ലിം വിഭാഗങ്ങളാകട്ടെ ലീഗിൽ പ്രതീക്ഷ അർപ്പിക്കാതെ ഭീകരവാദത്തിലേക്ക് നീങ്ങുന്നു. ഈ രണ്ട് പ്രതിസന്ധികളാണ് ഒരു പാർട്ടി എന്ന നിലയ്ക്ക് നിങ്ങൾ നേരിടുന്നത്. ഞങ്ങൾ BJPയുടെ ഇന്നത്തെ സാഹചര്യങ്ങൾ, കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന തെറ്റായ ന്യൂനപക്ഷ വിരുദ്ധമായ കാര്യങ്ങൾ, CPM ചെയ്യുന്ന കാര്യങ്ങളും, ഇത് രണ്ടും വെച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. രണ്ടും നരേന്ദ്രമോദി അവിടെ നിന്ന് ചെയ്യുന്നുവോ അത് തന്നെ ഇവിടെയും പിണറായി വിജയൻ ചെയ്യുന്നത്. നരേന്ദ്രമോദിക്ക് ആര് പ്രസംഗിക്കുന്നുവോ, ആര് പ്രസ്താവന നടത്തിയോ അവർ കേസെടുക്കുകയാണ്. ഇവിടെ പിണറായി വിജയൻ ഏതെങ്കിലും ഒരു ചാനൽ മാധ്യമപ്രവർത്തകന്മാർക്ക് വരെ ഇതുപോലെ കേസെടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ രണ്ടും ഏറെക്കുറെ തുല്യമായ നിലയിൽ പോവുകയാണ്. നരേന്ദ്രമോദിയും പിണറായി വിജയനും ഈ കാര്യങ്ങൾ ഒരേ രീതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ രണ്ടിനെയും തുറന്നു കാണിച്ചിട്ട് പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോയാൽ അല്ല, ഈ പ്രചരണ പരിപാടികൾ എവിടെയും ഏശുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഉദാഹരണത്തിന് മുസ്ലിം സമുദായത്തിൽ തന്നെ നല്ലൊരു വിഭാഗത്തെ അടർത്തി കൊണ്ടുപോകാൻ ഇടതുപക്ഷത്തിന് കഴിയുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യക്ഷത്തിലാണെങ്കിൽ പോലും താങ്കൾ സൂചിപ്പിച്ച കണക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലൊക്കെ SDPIയും വെൽഫെയർ പാർട്ടി ഉള്ള സംഘടനകളുമായിട്ടൊക്കെ ഒത്തുതീർപ്പിൽ ധാരണയിൽ മുന്നിട്ട് ഇറങ്ങി മത്സരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇടതുപക്ഷം. അല്ല, ഇടതുപക്ഷത്തിന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 10 വോട്ടുള്ള ഒരാളെ കിട്ടിയാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വാർഡ് ജയിക്കാം. അവർക്ക് ലീഗിനുള്ള വിരോധം കൊണ്ട് എല്ലാ തീവ്രവാദികളെയും പിടിക്കുകയാണ്. കേരളത്തിലെ ഈ മതസൗഹാർദ്ദം, ഈ ഐക്യം നിലനിൽക്കുന്നത് ലീഗ് പോലുള്ള സംഘടന. അല്ല, പക്ഷേ ഈ മഹാരാജ സംഭവത്തോടുകൂടി അതൊരു അവസാനമാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഈ SDPIയുമായിട്ടുള്ള വഴിവിട്ട ബന്ധത്തിനൊക്കെ ഒരു അവസാനമാകും. അതായത് ഈ മഹാരാജാസ് കോളേജ് സംഭവത്തോടുകൂടി എന്താണ് SDPയുടെ നിറം എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ സാധിച്ചത്. ഇപ്പോൾ ഉദാഹരണം PC ജോർജ് SDPയെ എല്ലാ രീതിയിലും സഹായിക്കുന്നതും ഈരാറ്റുപേട്ടയിൽ ഞങ്ങളുടെ പരാജയത്തിന് കാര്യമായി പങ്കുവച്ചാൽ PC ജോർജ്. അതെ, PC ജോർജ് മാറ്റം വന്നു സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ CPM അപ്പോഴും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഇവർക്ക് അനുകൂലമായി നിന്ന ആളുകൾക്ക് വലിയൊരു മനമാറ്റത്തിന് ഇത് പ്രേരകമാണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ പ്രൊഫസറുടെ കൈവെട്ടിയ സമയത്തും പോപ്പുലർ ഫ്രണ്ട് എന്താ പറയുക, അവർ എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ. എന്നിട്ടും അവരുമായിട്ടുള്ള സഖ്യവും ധാരണകളും ഒക്കെ തുടരുകയാണ് ഇടതുപക്ഷം. ഈ മഹാരാജ സംഭവത്തിന് ശേഷം കേരളത്തിലെ ഏതൊരു സ്ഥലങ്ങളിലും അവർ SDPയുടെ ബന്ധം അവസാനിപ്പിച്ചില്ല. ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു ഇന്ന സ്ഥലത്ത് ഞങ്ങൾ ആ ബന്ധം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയട്ടെ. അതിന് പകരം പറഞ്ഞ് ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയാണ്. അപ്പോൾ CPM വാസ്തവത്തിൽ ആത്മാർത്ഥതയോടുകൂടിയല്ല കാണുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇവരുമായി ചില ധാരണകളാണ്. ഫസൽ കൊലക്കേസാണ് ഇവരെ ഏറ്റവും അധികം പ്രശ്നം. അത് ചില അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ചില കളികളാണ് അവർ കളിച്ചത്. ഇതിലും ഇപ്പം പ്രതികളെ പിടികൂടാത്തതിലും അങ്ങനെ ചില അജണ്ട ഉണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ ഒരു പരാജയമാണോ അതോ ഒത്തുതീർപ്പാണോ? നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും യഥാർത്ഥത്തിൽ ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾ പിടിക്കപ്പെട്ടിട്ടില്ല, അവരെല്ലാം കടന്നു കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ താങ്കളിപ്പോൾ പറഞ്ഞിരിക്കുന്ന വെച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇത് ഒരു ഒത്തുതീർപ്പാണോ അതോ സർക്കാരിൻ്റെ ഒരു അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിൻ്റെ പരാജയമാണോ ഈ പ്രതികളെ പിടിക്കാൻ കഴിയാത്തത്? ഇതൊരു ഒത്തുതീർപ്പാണ്. കാരണം എറണാകുളം പോലുള്ള സ്ഥലത്ത് അവിടുത്തെ കമ്മീഷണർക്ക് ആ നഗരത്തിലെ എല്ലാ കാര്യങ്ങളും അനുനിമിഷം അറിയാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം 9:30 മണിക്ക് സംഭവം നടക്കണം, ആദ്യത്തെ സംഘർഷം. അത് കഴിഞ്ഞിട്ട് 12 മണിക്കാണ് കൊലപാതകം നടക്കുന്നത്. അവിടെ എന്ത് നടക്കുന്നു, അവിടെ ആര് വരുന്നു, ഏത് വാഹനം വരുന്നു, അവരെവിടെ പോകുന്നു എന്ന് കാണാൻ ആ കമ്മീഷണർക്ക് കഴിയും. എന്തേ പിന്നെ അവർക്ക് പിടിക്കാൻ പ്രയാസമായത്?
എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇതിൽ ഒത്തുകളിക്കാണ്. ഗവൺമെൻറ് ഞങ്ങൾ തീവ്രവാദത്തിനെതിരാണ് എന്ന് CPM പറയാം, അതേ സമയത്ത് അവർ ഇവരുമായി ഒത്തുകളിക്കുക. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, അതായത് ഇപ്പോൾ 2014 ശേഷം നമ്മുടെ ദേശീയ സാഹചര്യം മാറിയിട്ടുണ്ട്. അപ്പം മുസ്ലിങ്ങൾക്കിടയിൽ ഒരു അരക്ഷിതത്വം ഉണ്ടായിട്ടുണ്ട്, ഒരു BJP വിരുദ്ധത വളരെ ശക്തമായിട്ടുണ്ട്. ആ BJP വിരുദ്ധതയെ തീവ്രവാദ സ്വഭാവത്തിൽ ഉപയോഗിക്കുന്ന സംഘങ്ങളും വളരെ സജീവമായിട്ട് മുസ്ലിം സമുദായത്തിനുള്ളിൽ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അവരെ പ്രീണിപ്പിച്ചുകൊണ്ടൊരു ഇലക്ട്രൽ പൊളിറ്റിക്സാണ് CPM ലക്ഷ്യം വയ്ക്കുന്നത്. ഇതാണ് ലീഗിൻ്റെ ഒരു ആരോപണം. ഞാൻ പറയുന്നത് ഇവിടെ എന്താ വെച്ചാൽ BJP കേന്ദ്ര ഗവൺമെൻറ് നിലപാടിനോട് വളരെയധികം അസ്വസ്ഥത കാണിക്കുന്ന സമൂഹമാണ് ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾ. അവരെ എങ്ങനെയെങ്കിലും വിലക്കാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതിന് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഏത് ചെറിയ ഗ്രൂപ്പുകളാണെങ്കിലും, ചെറിയ ഗ്രൂപ്പുകൾ, ചില മതസംഘടനകളുണ്ട്, അവർ സംഘടനകളുണ്ട്, ഓരോ ഗ്രൂപ്പുകളെയും പോയി കാണുകയാണ്. കണ്ടിട്ട് അവരൊക്കെ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാണ് ഇവർ. എന്ന് പറഞ്ഞാൽ അതിൽ തീവ്രവാദ വിഭാഗങ്ങളുണ്ട്, മറ്റു വിഭാഗങ്ങളുണ്ട്, ഇവരെല്ലാം യോജിപ്പിക്കാനുള്ള ശ്രമം CPM നടത്തുകയാണ്. അത് താങ്കൾ അടുത്ത എഴുതിയൊരു ലേഖനത്തിൽ താങ്കൾ പറയുന്നത് അവരെ സായുധവൽക്കരിക്കുന്നതിൽ പോലും CPM പങ്കുവഹിക്കുന്നു, അവരെ സംരക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടി എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നു എന്ന് മാത്രമല്ല, അവരെ സായുധവൽക്കരിക്കുകയും ചെയ്യുന്നു. ഞാൻ ലേഖനത്തിൽ ഉന്നയിച്ചത് വളരെ ഉത്തരവാദിത്തപ്പെട്ടോടുകയാണ്. അതിനെപ്പറ്റി ഇതുവരെ CPM മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഇവിടെ തെളിവുകൾ വെച്ചിട്ട് ഉത്തമമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അതവർ നിഷേധിക്കട്ടെ. അല്ല, എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ആ ആരോപണത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ആയുധവൽക്കരിക്കുന്നു, ഒത്തുകളിക്കുന്നു, സംരക്ഷിക്കുന്നു, ഒത്താശ ചെയ്തു കൊടുക്കുന്നു, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പറയുമ്പോൾ താങ്കൾ ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഒരു അങ്കലാപ്പിൽ നിന്ന് പറയുന്നതാണോ, അതോ അതിന് എന്തെങ്കിലും അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളുണ്ട്? ഞാൻ പറയുന്നതൊന്നും അങ്കലാപ്പില്ല. ഞാനെല്ലാം ഇതുവരെ നടന്ന സംഭവങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് ഇവിടെ നടക്കുന്ന കുറേ കേസുകൾ, അതിനെതിരെ ഗവൺമെൻറ് എടുത്തത് ഒരൊറ്റ കാര്യം ഞാൻ പറയാം. ഇപ്പോൾ എറണാകുളം മഹാരാജാസ് പ്രശ്നമുണ്ടായി. 2017 ഹൈക്കോടതിയിലേക്ക് നടന്ന കേസിലെ പ്രതികളെ പിടികൊണ്ടപ്പോഴാണ്. 2017 ഹൈക്കോടതിക്കെതിരായ മാർച്ചിലെ അതിൻ്റെ കേസിൽ ഇപ്പോഴാണ് പ്രതികളുണ്ട്. എന്താ കാര്യം? അപ്പോൾ ഇതുവരെ കേസിലെ പ്രതികളെ ആരാണ് സംരക്ഷിച്ചത്? ഗവൺമെൻറ് ഒത്തുകളിക്കല്ലേ? അതുപോലെ വാട്സപ്പ് ഹർത്താൽ നടത്തി, അതിലെ പ്രതികൾ എപ്പോഴാണ് പിടിക്കുന്നത് പോലീസ്? എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇവർ നമ്മൾ അതായത് തിരിഞ്ഞു കൊത്തിയപ്പോഴാണ് ആക്ട് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഇവർ നമ്മൾ നേരത്തെ ഒരു ധാരണ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ വ്യക്തമത്തില്ല. ചെങ്ങന്നൂർ ഇലക്ഷനിൽ അത് ഇവരെ എല്ലായിടത്തും സജീവമായി പ്രവർത്തിച്ചു LDF. അന്നത്തെ ധാരണ കേസുകൾ പിൻവലിക്കാമെന്നായിരുന്നു. അതായത് ലീഗിനെ തകർക്കാൻ വേണ്ടി മുസ്ലിം ന്യൂനപക്ഷ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നയമാണ് CPM ഇടതുപക്ഷവും എടുത്തുകൊണ്ടിരിക്കുന്നത്. CPI ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അതിന് തെറ്റിദ്ധരുത്താൻ അവർ മുന്നോട്ട് വന്നിട്ടില്ല. ഇപ്പം നിങ്ങളും അധികാര രാഷ്ട്രീയവും അതിൻ്റെ സമവാക്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ദേശീയപാത വികസനം പോലുള്ള പ്രശ്നങ്ങളിൽ SDPI രംഗത്ത് വരുന്നു, വെൽഫെയർ പാർട്ടി രംഗത്ത് വരുന്നു, ഗെയിൽ പൈപ്പ് ലൈൻ പോലുള്ള പ്രശ്നങ്ങളിനകത്ത് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് SDPI രംഗത്ത് വരുന്നു, പരിസ്ഥിതി പ്രശ്നങ്ങളിനകത്ത്, മനുഷ്യാവകാശ പ്രശ്നങ്ങളിനകത്ത് അത്തരത്തിലൊരു മാനുഷിക മുഖം കൂടി ഉണ്ടാക്കിക്കൊണ്ട് വ്യാപിക്കാനാണ് SDPI ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, തീവ്രവാദ വിഭാഗങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കക്ഷികളുടെ യഥാർത്ഥ നില എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളാണ്. അതിനകത്ത് ലീഗിന് വലിയ ഉത്തരവാദിത്തമാണുള്ളത്. ലീഗ് ഉത്തരവാദിത്തം നിർവഹിക്കുന്നുണ്ട്. ലീഗ് ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ലീഗ് ഈ നിലപാടിലേക്ക് പോകുന്നത്. അതേ പറഞ്ഞു, ലീഗിൻ്റെ നിലപാട് അംഗീകരിക്കാതെ ലീഗിനെ തകർക്കാൻ ഇതൊരു ചാൻസാണ് എന്ന് കണ്ട് ഓരോ കക്ഷികളും അവരുമായി ബന്ധപ്പെടുകയാണ്, അവരുമായി ധാരണയുണ്ട്. അല്ല, ഓരോ കക്ഷികളും എന്ന് പറഞ്ഞാൽ CPM മാത്രമാണ്. CPM ഇപ്പൊ കോൺഗ്രസ് അല്ലല്ലോ, കോൺഗ്രസ് അവരെ ഇവിടെ CPIൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി അതിൽ പ്രമേയം പോലും പാസ്സാക്കിയിട്ടുണ്ട്. അല്ല, ഇപ്പം മദനിയെ സ്വീകരിച്ച പാർട്ടിയാണ് CPM. മദനിക്ക് വലിയ സ്വീകരണം നൽകിയ പാർട്ടിയാണ്. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞ പല തദ്ദേശ സ്ഥാപനങ്ങളിലും SDPയുമായിട്ട് കൈകോർത്ത് ഭരണം പങ്കുവയ്ക്കുന്ന അല്ലെങ്കിൽ അവരുടെ പിന്തുണയോടെ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് CPM. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ SFIക്കെതിരായിട്ട് SDPIയുടെ കത്തി പാളിയതോടുകൂടി അത്തരത്തിലുള്ള ഒരു ബന്ധത്തിൻ്റെ തുടർച്ച അവസാനിക്കുമോ എന്നുള്ളതാണ്. അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ ലീഗ്? അല്ല, എനിക്കതിൽ പ്രതീക്ഷയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്? ഇന്നലെ കോടിയേരി ബാലകൃഷ്ണൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് ഞങ്ങൾ SDPയുമായി യാതൊരു ബന്ധമില്ല. ഇവിടെ നേരെ കൺമുമ്പിൽ കാണുന്ന ഈ ബന്ധത്തെ അത് ചെയ്ത് തെറ്റാണ്. അധികാര സഖ്യത്തെ തെറ്റാണ്. പാർട്ടികൾക്ക് തെറ്റ് പറ്റാം. അത് തെറ്റ് വന്ന തെറ്റാണ്. ഞങ്ങളിത് പാടിച്ചുണ്ടായി തെറ്റാണ്, ഞങ്ങൾ തിരുത്തുമെന്നല്ലേ പറയേണ്ടത്. മറിച്ച് ഈ സ്ഥാപനങ്ങളൊന്നും ഞങ്ങൾക്കൊരു ബന്ധമില്ല എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവർ ഈ ബന്ധം തുടരുന്നു എന്നാണ്. ഈ ബന്ധം അവർ തുടരുകയും ചെയ്യും, ഭാവിയിലും തുടരും എന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് അഭിമന്യുവിനെതിരെ നടന്നുള്ള ഈ കൊലപാതകത്തിലോ അതിൻ്റെ അന്വേഷണത്തിലോ ഇവർക്ക് യാതൊരു ആത്മാർത്ഥ്യമില്ല. ഇപ്പോൾ SDPIക്ക് അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന് നിലനിൽക്കാൻ കഴിയുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന CPMനെതിരായിട്ട് എന്തിനവർ കത്തി വായിക്കണം? എന്തുകൊണ്ട് അവരത് ചെയ്യുന്നു? അത് എന്താ വെച്ചാൽ അത് ഒരു ആലോചനയുടെ ഭാഗത്തല്ല.
എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമ്പസിൽ ഓരോ സംഘടനകളുണ്ട്. ആ സംഘടനകളെ സംബന്ധിച്ച് വാൾ പോസ്റ്റിലെ അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. അതൊരു ഒറ്റപ്പെട്ട സംഭവമാനേ ഉള്ളൂ. അല്ലാതെ CPM-നെ കരുതി കൂട്ടി ചെയ്യാവില്ല. അത് അവിടെ ഉണ്ട് സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവാൻ വഴിയുള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടായാൽ പോലും ഞാൻ പറഞ്ഞ ഈ കൈവിട്ട് കേസും മറ്റു കാര്യങ്ങളൊക്കെ നടന്ന ഒരു ജില്ലയാണ് എറണാകുളം. ഇവരതിനനുസരിച്ച് ജാഗ്രത പുലർത്തേണ്ട പോലീസും കാര്യങ്ങളും ഗവൺമെൻറ്റും ഒരു ജാഗ്രതയില്ലല്ലോ. ഞാൻ പറഞ്ഞു 9:30 മണിക്ക് സംഭവം നടക്കണോ? ആദ്യത്തെ സംഘർഷം നടക്കും 9:30-ക്കാണ്. 12 മണിക്ക് ശേഷമല്ലേ കൊലപാതകം നടക്കുന്നത്? ഈ സമയത്ത് എന്തായിരുന്നു അവർ ജോലി ചെയ്യുന്നത്? അപ്പോൾ ഇതെല്ലാം ചില അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. അല്ല, ഇപ്പോൾ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ് KM മാണിയെ കൊണ്ടുവരാനുള്ള ആലോചന എന്ന് പറഞ്ഞത്. അങ്ങനെ കേരള കോൺഗ്രസിനെ അവർ കൂട്ടത്തിൽ നിർത്താൻ ശ്രമിച്ചിരുന്നു. അത് പരാജയപ്പെട്ടു എങ്കിൽ പോലും മറ്റ് കേരള കോൺഗ്രസുകളെയൊക്കെ യോജിപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് ഒരു ശക്തി ഉണ്ടാക്കാനായിട്ട് CPM ശ്രമിക്കുന്നുണ്ട്, ആ മുന്നണി ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മുസ്ലിം സമുദായത്തിനകത്തും ഭിന്ന വിഭാഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ലീഗിനെ തകർത്ത് ആ വിഭാഗത്തെ കൂടെ കൂട്ടത്തിൽ നിർത്തുവാനുള്ള ഒരു അധികാര രാഷ്ട്രീയ ബലതന്ത്രമാണോ ഇപ്പോൾ പരീക്ഷിച്ചു? ഇപ്പോൾ അവർ വളരെ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 1-2 MLA-മാരെ അവർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ചില ലീഡേഴ്സുമായി അവർ ചർച്ച നടത്തുന്നുണ്ട്. ഞങ്ങൾ വളരെ ജാഗ്രതയിലും കരുതലോടുകൂടിയാണ് ഇതെല്ലാം നോക്കിക്കാണുന്നത്. അതൊന്നും വിജയിക്കാൻ പോകുന്നുമില്ല. കോൺഗ്രസിൻ്റേത് ഒരു മൃദുഹിന്ദു സമീപനമാണ് എന്നൊരു വിലയിരുത്തലുണ്ട്. ഇപ്പോൾ കോൺഗ്രസുമായിട്ടാണ് UDF-ൽ ലീഗ് സഖ്യപ്പെട്ടിരിക്കുന്നത്. BJP-യുടെ വളർന്നു വരുന്ന ഫാസിസ്റ്റ് ഭരണത്തിനെതിരായിട്ടൊരു പ്രതിരോധം തീർക്കാൻ കഴിയുന്ന ശക്തിയല്ല, പ്രത്യേകിച്ച് വലതുപക്ഷം എന്നൊരു തോന്നൽ മുസ്ലിം സമുദായത്തിനുള്ളിൽ ഉണ്ടാവുമ്പോൾ അതിനെ മുതലെടുക്കാനായിട്ട് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള തീവ്രവാദ ഭീകരവാദ ആശയങ്ങൾക്ക് കഴിയും. അതേതെങ്കിലും തരത്തിൽ ലീഗിനെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? സ്വന്തം നിലനിൽപ്പ്, വളർച്ച ഇക്കാര്യത്തിൽ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഈ തീവ്രവാദ സംഘടന എല്ലാം വന്നത് ലീഗിനെ എതിർത്തുകൊണ്ടാണ്. അതായത് 10-70 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ലീഗിന് തീവ്രത പോരാ. ഒരു പ്രശ്നം വരുമ്പോൾ ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചടിക്കുന്നില്ല, പ്രതികരണമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ സംഘടന ഉണ്ടാകുന്നത്. അപ്പോൾ ഇവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംഭവം ഉണ്ടായി അപ്പം തന്നെ പ്രതികരിക്കും. അത് ചെറുപ്പക്കാർക്കൊരു ആവശ്യമാണ്. അങ്ങനെയാണ് ഇവരുണ്ടാകുന്നത്. അപ്പോൾ ഇവരുടെ ഈ നീക്കങ്ങളും ഇവരുടെ ഉത്ഭവം കാര്യങ്ങളൊക്കെ ലീഗ് ഗൗരവത്തോട് വീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ അല്ല, അതിനകത്തൊരു സപ്പോർട്ട് ഇടതുപക്ഷത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതാണല്ലോ ഇപ്പോഴത്തെ സാഹചര്യം. അതാണ് അതിന് സപ്പോർട്ട് ഇടതുപക്ഷത്തിൽ ലഭിച്ചത് കൊണ്ടാണ് അവർക്ക് സമൂഹത്തിൽ മാന്യത കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദി ഇടതുപക്ഷമാണ്. ഇവരെ എന്താ പറയുക, ഇവരെ ഒരു സമൂഹത്തിന് മുന്നിൽ ഒരു നല്ല പ്രതിച്ഛായ ഉണ്ടാക്കി കൊടുക്കുന്നതിനകത്ത് ഇടതുപക്ഷവും പ്രത്യേകിച്ച് CPM ഒരു വലിയ പങ്കുവച്ചു എന്നാണ് താങ്കൾ ആരോപിക്കുന്നത്. CPM ഇവർക്കൊരു പൊതുസമൂഹത്തിൻ്റെ ഒരു പൊതു അംഗീകാരം കിട്ടിയത് CPM-ൻ്റെ ബന്ധങ്ങളും CPM-ൻ്റെ സമീപനങ്ങളും CPM-ൻ്റെ നയനിലപാടുകളുമാണ്. അത് വളരെ വ്യക്തമാണ് കഴിഞ്ഞ കാലാനുഭവങ്ങളിൽ. ആ അർത്ഥത്തിൽ ന്യൂനപക്ഷ ഭീകരതയ്ക്ക് കുടപിടിക്കുന്നു CPM എന്നുള്ളതാണ് ലീഗിൻ്റെ ആരോപണം. CPM ഇന്ന് സ്വീകരിക്കുന്നത് മുസ്ലിം ലീഗിനുള്ള വിരോധത്തിൻ്റെ വെളിച്ചത്തിൽ ഇതുപോലുള്ള മതതീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും കുടപിടിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് CPM സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ തിരുത്തേണ്ടതാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. വളരെയധികം നന്ദി ശ്രീ KP. താങ്ക് യു വെരി മച്ച്.